പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനകത്ത് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ആവട്ടെ, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ യാതൊരുവിധ വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് കാരണം കൊണ്ട് തന്നെയാണ് ക്ലബ്ബ് ഈ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് പുറത്തു പോകണമെന്ന് തന്നെയാണ് ഏതൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ആഗ്രഹിക്കുന്നത്. എന്നാൽ മാത്രമാണ് ക്ലബ്ബിൽ എന്തെങ്കിലും ഒരു നല്ലൊരു മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ. രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെതിരെ ഉയരുന്നത്. ഇപ്പോഴത്തെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിരുന്ന ജസൽ കാർണേറോ ക്ലബിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ജസൽ ഇന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ജസൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അഭിക് ചാറ്റർജിയാണ് ക്ലബിൽ നടക്കുന്നതിനെല്ലാം ഉത്തരവാദി എന്ന് മഞ്ഞപ്പടയുടെ പോസ്റ്റ് പറയുന്നു. എല്ലാത്തിനുമുള്ള ഉത്തരവാദി വെളുത്ത പന്നിയായ കരോളിസ് ആണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ജസൽ കാർണേറോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ടീമിലെ കളിക്കാർ മോശം പ്രകടനം കാഴ്ചവെച്ചാൽ ക്ലബിൽ നിന്ന് പുറത്താക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ സ്റ്റാഫ് മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബസ് ഡ്രൈവർ മുതൽ കിറ്റ് മാനേജർ, ഫോട്ടോഗ്രാഫർ വരെ മാറിക്കൊണ്ടിരിക്കുന്നു. മാറാത്ത ഒരേ ഒരാൾ കരോളിസ് ആണ്. എല്ലാം ചെയ്യുന്നതും അവനാണ് എന്നാണ് ജസൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നല്ല രീതിയിൽ ജോലി ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു. മനീഷ് കോച്ചാർ, സന്തോഷ് എന്നിവരൊക്കെ. അവർ ജോലി നന്നായി ചെയ്തിട്ടും എന്തുകൊണ്ട് അവർക്ക് കരാർ കൊടുത്തിട്ടില്ലെന്ന് അറിയില്ല. ആയിരക്കണക്കിന് ആരാധകരുടെ വികാരങ്ങളെ വെച്ച് നിങ്ങൾ എന്തിനും കളിക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കറിയുന്നത് പല കളിക്കാരെയും ഷൈൻ ചെയ്തത് കരോളിസ് ആണ്. ട്രാൻസ്ഫർ ഉൾപ്പെടെ എല്ലാം ചെയ്തത് അവനാണ്. പക്ഷേ കുറ്റമെല്ലാം കോച്ചുമാർക്കാണ് ചെല്ലുന്നത്. കരോളിസ് പയ്യെ ഒഴിവാവുകയായിരുന്നു. ഓണറായിട്ടുള്ള പ്രസാദ് സാറിനോട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ നിങ്ങളെ എപ്പോഴും ബഹുമാനിക്കും. പക്ഷേ നിഖിൽ, നിങ്ങൾ ക്ലബിനായി ജോലി ചെയ്യുന്ന ആളാണ്. എല്ലാം നിങ്ങളുടെ മുന്നിലാണ്. എന്നിട്ടും എന്താണ് നിങ്ങളെ തടയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ആരാധകരും മഞ്ഞപ്പടയും അവരുടെ ഭാഗം നന്നായി ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജസൽ തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ തനി സ്വരൂപം ജസൽ പുറത്തു വരുത്തുകയായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്.